ഒരു ഭാഗത്ത് യെസ്, ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ ടെലിഫോൺ ലൈനിലുണ്ട്. ജസ്റ്റിസ് കമാൽ പാഷ, ഇന്നലെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു, നോട്ട് ടു അറസ്റ്റ് ഹർജിയും തള്ളിയിരുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ച ഉടനെ തന്നെ അറസ്റ്റ് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. താങ്കൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തായിരിക്കാം കോടതിയുടെ നിരീക്ഷണം? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഇത് ഏതായാലും 15-ാം തീയതി ഇത് ബാക്കി എടുക്കുള്ളൂ. അപ്പൊ അതുവരെ സാധാരണഗതിയിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നുള്ളത്. കാരണം ഹൈക്കോടതിയെ സമീപിച്ചേക്കല്ലേ, അങ്ങനെ വരാം. ഒപ്പം ഈ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് ഈ ഒരു അതിജീവിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിലാണല്ലോ. അതായത് മറ്റൊരു കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല എന്നുള്ളത് ആ കേസിന് ബാധകമാകുമോ? ഇല്ല, അത് ഈ കേസ് മാത്രമേ ഒക്കുള്ളൂ. ഇതിനിടയിൽ മറ്റേതെങ്കിലും പറഞ്ഞോളൂ. മറ്റേതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതിനകത്ത് വേറെ ജാമ്യാപേക്ഷ വേണം, അതിന് ജാമ്യം എടുക്കണം, അല്ലെങ്കിൽ വേറെ അറസ്റ്റ് ചെയ്യാം. അതായത് കോഗ്നിസബിൾ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം. ശരി സാർ, ഇതിൽ മറ്റൊരു സംശയം, അതായത് നേരത്തെ അഭിഭാഷകനായ എസ് രാജീവ് പറഞ്ഞത് ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന വാദം തെറ്റാണ്. കാരണം അങ്ങനെ ഒരു ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചില്ല എന്നാണ്. ഒരു MLA ആണല്ലോ ഈ പ്രതിസ്ഥാനത്തുള്ളത്. അപ്പോൾ ഈ അറസ്റ്റിന് മുമ്പ് ഈ ഹാജരാവുക, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടതല്ലേ? വേണം, നിർബന്ധമായിട്ട് നോട്ടീസ് കൊടുക്കണം. അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഇതിനകത്തുണ്ട്. അതല്ല, ഇത് അതിനൊന്നും അല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വാർത്ത ഉണ്ടാക്കണം, ഇയാളായിട്ട് ഓടിക്കണം, ആ രീതിയിൽ ഇങ്ങനെ നടക്കുക എന്നുള്ളതല്ലാതെ ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധ ബുദ്ധിയും കേരള പോലീസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ബോധപൂർവമായ വൈകിപ്പിക്കലാണല്ലേ? അതെ, സംശയമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വയ്യാതെ വരുന്നത്. മറ്റൊരു സംശയം, ഇപ്പോൾ രണ്ടാമത്തെ പരാതി നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പരാതി ഒരു യുവതി KPCCക്ക് നൽകിയതാണ്. KPCC ആണ് ഈ പരാതി ഒഫീഷ്യലി മൂവ് ചെയ്തത്. പക്ഷേ അവിടെ കൃത്യമായൊരു മേൽവിലാസമില്ല, ഒരു ഇര എന്നതിൻ്റെ ഐഡൻറ്റിറ്റി അത് പുറത്തു പറയാനല്ല, പക്ഷേ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനൊരു ഐഡൻറ്റിറ്റി വേണമല്ലോ സാർ. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുക എന്നത് പ്രായോഗികമാണോ? ഒരിക്കലും അല്ല. കാര്യം ഇപ്പോൾ ഒന്നാമത് അതൊരു ഇമെയിൽ അഡ്രസ്സ് മാത്രം ഉള്ളെന്നുള്ളതാണ് എനിക്കിതുവരെ മനസ്സിലായേക്കുന്നത്. വാർത്തകളിൽ നിന്ന് മനസ്സിലായതാണ്, ഞാൻ അല്ലാതെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ വെച്ചോണ്ട് ഒരു ഇമെയിൽ അഡ്രസ്സും വെച്ചോണ്ട് ഒരു കംപ്ലൈനന്റ് കൊടുത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് അതിനകത്തൊന്നും പോസിബിൾ അല്ല. ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് തന്നെ തെറ്റാണ്. കാരണം അറിയാൻ വയ്യാതെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാതെ. ദയവായി ക്ഷമിക്കുക, കാരണം മുഖ്യമന്ത്രി ഇപ്പോൾ തൃശൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. കോടതി പറഞ്ഞിട്ടുണ്ട്, അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ്, കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. ഈ പൂരം കലക്കൽ വിവാദമായിട്ട് ബന്ധപ്പെട്ട് അതാണ് CPI ഉന്നയിച്ചത്. പക്ഷെ അതിന് കമ്മിറ്റി നിയോഗിക്കുകയും അന്വേഷണം നടത്തുമെന്ന് പറയുകയും ചെയ്തെങ്കിലും നമ്മുടെ പ്രസ്താവന വരെ ഒന്ന് പരാതി നമ്മുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊരു നടപടിയായിട്ടില്ല. അതെന്തായി അതിന്റെ തീരുമാനിച്ചത്? ഞാൻ അറിഞ്ഞിടത്തോളം ഒരു പ്രശ്നവും ബാക്കിയില്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതാണ്. പൂരം കലക്കലിൽ പ്രധാനമായും RSSന്റെയും BJPയുടെ ഒരു ഇടപെടലാണ് അന്ന് ഉയർന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് അന്വേഷണം പക്ഷേ ഒരുപാട് ആളുകളുടെ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളും. യെസ്, എന്തായാലും മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർക്ക് അധികം ചോദ്യങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം അതിനെ ഒരു സാങ്കേതികത്വം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ VD സതീശനടക്കം ഇന്നലെ ഉന്നയിക്കുന്നത് ഇത്രമേൽ പിടിപ്പ് കെട്ട ഒരു ആഭ്യന്തര വകുപ്പാണോ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ളവരുടെ പ്രതികരണങ്ങളും നിസ്സാരമായി കാണാൻ സാധിക്കില്ല. പോലീസിന് വലിയ നിർബന്ധമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനെന്നുള്ളതാണ്. മാത്രവുമല്ല, അഡ്വക്കേറ്റ് S സുരേഷ് പറയുന്നത് വസ്തുതാപരമാണ് എങ്കിൽ ഇത്രമേൽ ഗൗരവമേറിയ ഒരു കേസ്, അതായത് ഗതിജീവിത രേഖാമൂലം പരാതി നൽകുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകുന്നു, ആ പരാതിയാകട്ടെ പാലക്കാട്ട് MLAക്ക് എതിരെയാണ്. അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ട് MLAക്ക് ഒരു നോട്ടീസ് അയക്കാൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് എന്ത് തടസ്സമാണുള്ളത് എന്ന ചോദ്യമാണ് ജസ്റ്റിസ് കമാൽ പാഷ ഉന്നയിക്കുന്നത്. അത് അതീവ ഗൗരവതരം തന്നെയാണ്. ആ വാദമടക്കം കോടതിയിൽ ഉന്നയിച്ചു എന്നാണ്
നേരത്തെ അഭിഭാഷകനായി സുരേഷും വ്യക്തമാക്കിയത്. എവിടെയാണ് നിങ്ങൾ ഈ ഒരു നോട്ടീസ് അയച്ചതിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുള്ളത് എന്ന മറുചോദ്യം അദ്ദേഹം ചോദിക്കുമ്പോൾ അത് ഒരു വീഴ്ചയായി തന്നെയാണ് കണക്കാക്കേണ്ടത്. അതിനൊക്കെ അപ്പുറം നമ്മുടെ പോലീസ് സംവിധാനത്തിന് പാലക്കാട്ടെ MLA പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു പ്രമുഖനായ വ്യക്തിയെ ആരെങ്കിലുമൊക്കെ ഒളിപ്പിച്ചാൽ കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ അത് അങ്ങേയറ്റത്തെ നാണക്കേട് എന്നല്ലാതെ മറ്റൊന്നും പറയേണ്ടതില്ല. പിന്നെ എന്തിനാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ്, പിന്നെ എന്താണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പണി എന്ന് വളരെ കൃത്യമായി ചോദിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇതിന്റെ രാഷ്ട്രീയം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ നടക്കുന്ന രണ്ടാമത്തെ കേസിലെ നീക്കം പോലും അങ്ങേയറ്റം കൗതുകകരമാണ് എന്ന് പറയേണ്ടതുണ്ട്. കാരണം സാധാരണ നിലയിൽ സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവുകളുണ്ട്. അതായത് സ്ത്രീകൾക്ക് അനുകൂലമാകുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടേണ്ട ഒന്നല്ല. ഏതെങ്കിലും തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ ഒരർത്ഥത്തിലും പീഡനമായി കണക്കാക്കാൻ സാധിക്കില്ല. അത്തരം പരാതികൾ നിലനിൽക്കില്ല എന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴായി വന്നിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതിജീവിതയുടെ പരാതി, ഔദ്യോഗികമായ പരാതിയിൽ പോലും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നതാണ് ഗൗരവമേറിയ ആരോപണം, അല്ലെങ്കിൽ ഗൗരവമേറിയ പരാതിയായി കോടതിയും നിരീക്ഷിച്ചത് എന്നാണ്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദപ്രതിവാദങ്ങൾ നടന്നത് എന്നതുകൊണ്ട് തന്നെ എന്താണ് വസ്തുത എന്ന് നമുക്ക് കൃത്യമായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴിതാ മറ്റൊരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ കേസിൽ ആണ്. അവിടെ പ്രിയ പ്രേക്ഷകരോട് വളരെ കൃത്യമായി എടുത്തു പറയേണ്ടതുണ്ട്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നിരവധിയായ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു. പല സ്ത്രീകളും ആരോപണങ്ങൾ നേരിട്ട് ഉന്നയിച്ച പശ്ചാത്തലം, നിരവധി പരാതികൾ KPCCക്ക് നൽകിയ പശ്ചാത്തലം. പക്ഷേ നിയമപരമായി പോലീസ് സംവിധാനത്തിന് മുന്നിൽ ഒരേ ഒരു പരാതിയാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവിടെയാണ് ഒരു അതിജീവിത ഉള്ളത്. രണ്ടാമത്തെ കേസ് എന്നത് മറ്റൊരു വെളിപ്പെടുത്തലിൻ്റെയും ഒപ്പം KPCCക്ക് നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ്. പക്ഷേ അങ്ങനെ ഒരു ഇമെയിലിൽ നിന്ന് വന്ന പരാതി അടിസ്ഥാനപ്പെടുത്തി ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന സംശയം ആണ് ജസ്റ്റിസ് കമാൽ പാഷ അടക്കം ഉന്നയിച്ചത്. അങ്ങനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുക എന്നത് സാധ്യമല്ല എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ അതിന് മുന്നിൽ കാണുകയാണ്. അതിന് തടയിടുക എന്ന നീക്കത്തോടു കൂടിയാണ് ഇപ്പോൾ സെഷൻസ് കോടതിയെ അഭിഭാഷകൻ സമീപിക്കുന്നത്. ഈ കേസിൽ സെഷൻസ് കോടതിക്ക് ജാമ്യം നൽകേണ്ടതായി വരും എന്നാണ് പൊതുവെ ഈ രംഗത്തുള്ളവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിജീവിതയുടെ പരാതിയായിരുന്നു ഗൗരവമുള്ള പരാതി, ആധികാരികമായ പരാതി, തെളിവുകൾ അടക്കം നൽകിക്കൊണ്ടുള്ള ഒരു പരാതി. ഇവിടെ ഇത് ഒരു പരാതിക്കാരി കൃത്യമായി ഇല്ല. പരാതി ഉണ്ടെങ്കിലും പരാതിക്കാരി രംഗത്ത് വരാത്ത പശ്ചാത്തലത്തിൽ ആ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുവാനോ അല്ലെങ്കിൽ അറസ്റ്റ് തടയുവാനോ ഉള്ള സാധ്യത സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും കോടതിക്ക് മുന്നിൽ ഹാജരായിക്കൊണ്ട് ഈ നിയമവുമായി അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. വലിയ വാദങ്ങൾ ഇപ്പോൾ നവമിയാണ് വീണ്ടും ചേരുന്നത്. നവമി കോടതിയിൽ ഇന്ന് ഇപ്പോൾ കാര്യമായ വാദങ്ങളോ പ്രതിവാദങ്ങളോ ഒന്നും നടന്നിട്ടില്ല. കാരണം കേസിൻ്റെ മെറിറ്റിലേക്ക് കോടതി കടക്കുന്ന പശ്ചാത്തലമുണ്ടായില്ല. കോടതി നിരീക്ഷിച്ചത് ഗൗരവമേറിയ ആരോപണങ്ങളാണ് ഉള്ളത്. അത് രണ്ട് ഭാഗത്തും എന്ന തരത്തിലാണ് നിരീക്ഷിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തുടർ നടപടികൾ, അതിനി സെഷൻസ് കോടതിയിലേക്കാണ് ശ്രദ്ധ. ഒപ്പം 15-ാം തീയതിയാണ് അടുത്ത വാദം. ഈ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ എന്നത് രാഹുൽ മാങ്കൂട്ടത്തിനും അന്വേഷണ സംഘത്തിനും ഒരുപോലെ നിർണായകമാണ്. അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ ദിവസങ്ങൾക്കുള്ളിൽ മുന്നോട്ട് പോകും എന്നതാണ് ഇനി അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുകയാണ് എങ്കിൽ എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ അതിനും നമ്മുടെ അന്വേഷണ സംഘം തയ്യാറാകുമോ? കാരണം പിന്നീട് 15-ാം തീയതി കോടതിയിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടം സഹകരിക്കുന്നില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുകയോ ചെയ്തുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ അന്വേഷണ സംഘത്തിന് എതിർക്കാൻ പറ്റുക. അതേസമയം രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുകയാണ് എങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തോട് അദ്ദേഹം പൊരുത്തപ്പെട്ടുവെന്നും അത് അനുസരിച്ചുവെന്നും അന്വേഷണ സംഘത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നും ഒക്കെയുള്ള വാദം ഉന്നയിക്കാം. അപ്പോൾ 15-ാം തീയതി വലിയ വാദപ്രതിവാദങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എപ്പോൾ കീഴടങ്ങും എന്നറിയേണ്ടത് ഈ സെഷൻസ് കോടതിയുടെ വിധി കൂടി വന്നതിന്
കഴിഞ്ഞതിന് ശേഷമായിരിക്കണം. അവിടെ അതുമായി ബന്ധപ്പെട്ട ഹർജി ഉടൻ പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം നവമിയിലേക്ക് വീണ്ടും പോവുകയാണ്. നവമി, ഇപ്പോൾ വലിയ ആശ്വാസകരമാകുന്ന ഒന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അറസ്റ്റ് തടയുന്നു എന്നതിലൂടെ തന്നെ വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘം അതിന് മുതിരുമോ എന്നത് തന്നെ സംശയകരമാണ്. കാരണം നിലവിൽ കോടതി അറസ്റ്റ് തടഞ്ഞ ഒരു പശ്ചാത്തലം അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു കേസിലാണ്. അത്രമേൽ ഗൗരവ സ്വഭാവം ഈ കേസിന്, രണ്ടാമത്തെ കേസിന് ഇല്ലാതെ പോകുന്നത് അവിടെ ഒരു പരാതിക്കാരിയില്ല എന്നതുകൊണ്ടാണ്. നിലവിൽ എന്താണ് നമുക്ക് ഈ വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, കോടതി കോടതി കൂടിയപ്പോൾ തന്നെ അഭിഭാഷകൻ ഈ ഹർജി ആദ്യം തന്നെ ഉയർത്തിക്കാട്ടി. അതിൽ കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്നാണ് പ്രതിയുടെ വാദം. അതോടൊപ്പം തന്നെ പ്രതി ഉന്നയിച്ച വാദങ്ങൾ ഗൗരവകരമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കേൾക്കാതെ ഒരാളും അറസ്റ്റ് ചെയ്യപ്പെടരുതെന്നാണ് കോടതി പറഞ്ഞത്. അതോടൊപ്പം പ്രോസിക്യൂഷനും വാദങ്ങൾ ഉന്നയിക്കാൻ മുൻവിധിയോടെ അല്ല ഹർജി കേൾക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് വിശദമായിട്ടുള്ളൊരു വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേസ് 15-ാം തീയതി വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്.